ബ്രിട്ടീഷ് റേസിസം കാരണമാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഉണ്ടായത്. 1818 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. എന്നാൽ ഈ കമ്പനി ബ്രിട്ടീഷുകാരെ മാത്രമേ ഇൻഷുർ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് ബാബു മോട്ടിലാൽ സീലിന്റെ പ്രതിഷേധത്തിനും നിർബന്ധത്തിനും വഴങ്ങി കമ്പനി ഇന്ത്യക്കാർക്കും ഇൻഷുറൻസ് നൽകി തുടങ്ങി. എന്നാൽ പ്രീമിയം 20% കൂടുതലായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ സ്വദേശി മൂവ്മെന്റുകളുടെ ഭാഗമായി 1870 ആദ്യത്തെ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനിയായ ബോംബെ ലൈഫ് ഇൻഷുറൻസ് സൊസൈറ്റി രൂപം കൊള്ളുകയും ബ്രിട്ടീഷുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷുകാർക്കും ഒരുപോലെ ഇൻഷുറൻസ് നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളും ഒപ്പം ഇൻഷുറൻസ് റിലേറ്റഡ് ആയ തട്ടിപ്പുകളും വർദ്ധിച്ചതോടെ ഇൻഷുറൻസ് സെക്ടർ നാഷണലൈസ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെ 1956 154 ഇന്ത്യൻ ഇൻഷുറേഴ്സും 16 ഫോറിൻ ഇൻഷുറേഴ്സും 75 പ്രൊവിഡന്റ് സൊസൈറ്റികളും ഉൾപ്പെടെ 245 കമ്പനികൾ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ഇൻഷുറൻസ് കമ്പനി രൂപം കൊണ്ടു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LIC.